ദിവസവും ഒരുപോലെ പോയാൽ എങ്ങനെയാലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഹെയർ സെറ്റ് ചെയ്യാൻ വന്ന ഞാൻ പിന്നെ അവിടുന്ന് ഹെയർ സ്പായും ഹെയർ കട്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഈ കാക്കയാണ് എനിക്ക് ഹെയർ സ്പായും ഹെയർ കട്ടും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊരു താത്ത വന്നിട്ട് പോകുന്നുണ്ട്, അവരും കൂടിയിട്ടൊക്കെ ഉണ്ട്. ഇന്ന് അധികം കസ്റ്റമേഴ്സ് ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചധികം നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ഇവർ പറയണത്. എനിത്തിങ് അടിപൊളിയായിരുന്നു സ്ഥലവും കാര്യങ്ങളും എല്ലതും. പിന്നെ വിട്ടുപോവാതെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് വിഷയത്തൊന്ന് തെന്നി മാറിയില്ലേ, നമുക്ക് തിരിച്ചു വരാം. എന്താ വെച്ചാലേ, ഞാൻ ഇവിടെ നിന്നാണ് ഫസ്റ്റായിട്ട് യൂട്യൂബിന് വീഡിയോ ഇടുന്നത്. ഇപ്പോൾ അതിനുശേഷം 2ാമത് തവണയായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിനർത്ഥം 1 വർഷത്തിലധികമായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. നമ്മളെ മിഡിൽ ക്ലാസ് ഇങ്ങനെയൊക്കെ തന്നെയാലേ, വല്ലാണ്ട് ഹെയർ കെയർ ചെയ്യൊന്നും നമ്മൾ ചെയ്യില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനല്ല അമ്മ. പിന്നെ അമ്മ അതൊക്കെ ദൗത്യമൊക്കെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് മുടി ഇങ്ങനെ കേടായതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. ഞാൻ പോകാറുണ്ട് അമ്മേൻ്റെ അടുത്തേക്ക്, അമ്മ മുടി ഒന്ന് വെട്ടിത്തരും, മുടി വലുതായി, മുടീൻ്റെ അടിഭാഗം കേടായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും അമ്മ ചീത്ത പറയും. എനിത്തിങ് മുടി കെയർ ചെയ്യലും നടക്കണില്ല, മുടി ഇങ്ങനെയൊന്നും കെയർ ചെയ്യാനും നടക്കണില്ല. പോട്ടെ, നമുക്ക് സെറ്റാക്കാം. ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ജേർണി ആണല്ലോ. അപ്പം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാന്നേ. ഇപ്പോൾ ഒരു ടൈം മിസ് ചെയ്യുകയാണെങ്കിൽ നാളെ അതോർത്ത് വലുതായിട്ട് റിഗ്രറ്റ് ചെയ്യും. അത് പാടില്ല. അത്ര